ഹായ് ഓൾ, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്സൽ ഫംഗ്ഷൻ്റെ ക്ലാസ് 2 ആണ്. അതായത് ഇന്ന് നമ്മൾ നോക്കുന്നത് ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസും രണ്ട് ഫംഗ്ഷൻ ലൈബ്രറി ഒരുമിച്ചാണ് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ രണ്ടാമത്തെ ക്ലാസ് ഫംഗ്ഷൻ്റെ മാത്രമായിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എത്രത്തോളം ഫംഗ്ഷൻ ഉണ്ട്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഡേറ്റ് ആൻഡ് ടൈമും സ്റ്റാറ്റിസ്റ്റിക്കലുമാണ്. ഡേറ്റ് ആൻഡ് ടൈമിൽ 20 ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ ഒരു 6-7 എണ്ണമാണ് പഠിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ 73 എണ്ണം ഉണ്ട്. അവിടെയും ഒരു 6-7 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പഠിക്കണേ. അപ്പോൾ ടോട്ടൽ ഈ ഫംഗ്ഷൻസിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേറ്റ് ഫംഗ്ഷൻ റിട്ടേൺസ് ഡേറ്റ് ആസ് എൻറ്റേർഡ് ഡാറ്റ. അതായത് നമ്മളൊരു ഡാറ്റ എൻട്രി ചെയ്ത് കൊടുത്തേക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡേറ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ ഡേറ്റിന് കമ്പ്യൂട്ടറിൽ ഫീൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള പെർട്ടിക്കുലർ സീരിയൽ നമ്പറും കാണിച്ചു തരുന്ന ഫംഗ്ഷനാണ് ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈക്വൽ ടു ഡേറ്റ് ഇയർ കോമ മന്ത് കോമ ഡേ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണിക്കും? ഡേറ്റ് കാണിക്കും. അതായത് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിനാണെങ്കിൽ ഈക്വൽ ടു ഡേറ്റ് 2023, മന്ത് വരുന്നത് 6, ഡേ വരുന്നത് 4 എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കാണിക്കും? 4, 6, 2023. പക്ഷേ ഇങ്ങനെയല്ല, 6, 4, 2023 എന്ന് കാണിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെ നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഡേറ്റ് ആയിട്ട് കാണിച്ചു തരുന്ന ഫംഗ്ഷനാണ് ഡേറ്റ് ഫംഗ്ഷൻ. ആർഗ്യുമെൻറ്റ് നോക്കുക, സിൻടാക്സ് നോക്കുക. ഈക്വൽ ടു ഡേറ്റ് ഇയർ കോമ മന്ത് കോമ ഡേ, ഇയർ കോമ മന്ത് കോമ ഡേ. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആണല്ലോ. ഡേറ്റ് ഫംഗ്ഷൻ റിട്ടേൺ ദ ഡേറ്റ് ആസ് എ എൻറ്റേർഡ് ഡാറ്റ. എൻ്റർ ചെയ്ത ഡാറ്റയ്ക്ക് അനുസരിച്ചുള്ള ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി എന്താണ്? ആ പെർട്ടിക്കുലർ ഡേറ്റിൻ്റെ സീരിയൽ നമ്പർ വേണമെങ്കിൽ അങ്ങനെയും അത് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ആ ഫംഗ്ഷനാണ് ഡേറ്റ് എന്ന് പറയുന്നത്. സിൻടാക്സ് ഓർക്കുക, ഇയർ മന്ത് ഡേ എന്നുള്ള രീതിയിലാണ് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അത് ആ ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ. ഓർഡർ മാറ്റി എഴുതാൻ പറ്റില്ല. ഇനി വരുന്ന ഡൗട്ടായിരിക്കും, ഓർഡർ മാറ്റാമോ? ഓർഡർ മാറ്റാൻ നിലവിൽ സാധ്യമല്ല. ഇയർ കോമ മന്ത് കോമ ഡേ എന്നുള്ള രീതിയിൽ തന്നെ എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഡേറ്റ് ഫംഗ്ഷൻ. അടുത്തതാണ് ഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഡേ ഫംഗ്ഷൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റിൽ നിന്നും ഡേ എടുത്തു തരും. ഓക്കെ, അപ്പം നമ്മൾ ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പ്രകാരം 6, 4 2023 എന്ന് നമ്മൾ എന്തിൽ കിട്ടിയിട്ടുണ്ട്? C2 എന്ന് പറഞ്ഞ ഒരു സെല്ലിൽ കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, C2 എന്ന് പറഞ്ഞ സെല്ലിൽ ഈ ഒരു റിസൾട്ട് ഉണ്ട്. നമ്മൾ ഈക്വൽ ടു ഡേ ഓഫ് C2നെ മെൻഷൻ ചെയ്തു. C2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4 എന്ന് റിസൾട്ട് കിട്ടും. മനസ്സിലായോ? ഒരു ഡേറ്റ് ഒരു സെല്ലിലുണ്ട്. ആ സെല്ലിനെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലിലെ ഡേറ്റിൽ നിന്നും ഡേ ഏതാണ് എന്ന് തിരിച്ചു തരുന്ന വാല്യൂ ആണ്, റിട്ടേൺ ചെയ്ത് തരുന്ന ഫംഗ്ഷനാണ് ഏത്? ഡേ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു ഡേറ്റിൽ നിന്നും ദിവസം ഏതാണ് എന്ന് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡേ. ആൻഡ് അതിൻ്റെ റേഞ്ചിങ് നമ്മൾ 1 മുതൽ 31 ദിവസം വരെയാണ്. അപ്പോൾ ഇൻറ്റീജർ റേഞ്ചിങ് എന്ന് പറയുന്നത് എത്രയാണ്? 1 മുതൽ 31 വരെയാണ്. ആൻഡ് അതിൻ്റെ ഇത് ഓർത്തിരിക്കുക, എന്താണ്? സിൻടാക്സ് ഓർത്തിരിക്കുക. ഈക്വൽ ടു ഡേ ഓഫ് സീരിയൽ നമ്പർ. ഞാൻ പറഞ്ഞു ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് സീരിയൽ നമ്പർ കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സിൻടാക്സ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഈക്വൽ ടു ഡേ ഓഫ് സീരിയൽ നമ്പർ എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. എന്താണ് ചെയ്യുന്നത്? ഒരു ഡേറ്റിൽ നിന്നും ഡേനെ റിട്ടേൺ ചെയ്യുക. ഡേ ഏതാണെന്ന് പറഞ്ഞു തരുന്ന ഫംഗ്ഷനാണ് ഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് ഇൻറ്റീജർ റേഞ്ചിങ് ഏതാണ്? 1 മുതൽ 31 വരെയാണ് ഇൻറ്റീജർ റേഞ്ചിങ് വരുന്നത്. ഇനി അടുത്തതാണ് മന്ത്. ഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡേ കാണിച്ചു തരാനാണെങ്കിൽ ഡേറ്റിൽ നിന്നും മന്ത് കാണിച്ചു തരുന്ന ഫംഗ്ഷനാണ് മന്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ഡേറ്റ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ് ഏതായിരുന്നു? C2 എന്ന് പറയുന്ന സെല്ലിൽ 6, 4, 2023 കിടപ്പുണ്ടല്ലേ C2 എന്ന് പറയുന്ന സെല്ലിനകത്ത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാണ്? ഈക്വൽ ടു എന്താണ്? മന്ത് ഓഫ് C2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് എന്ത് കിട്ടും? പറഞ്ഞാൽ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അല്ലെങ്കിൽ ജൂൺ എന്ന് എഴുതി കാണിക്കും, അല്ലേ? ജൂൺ എന്ന് എഴുതി കാണിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ഡേറ്റിൽ നിന്നും മന്തിനെ റിട്ടേൺ ചെയ്യുന്ന, മന്ത് ഏതാണെന്ന് പറഞ്ഞു തരുന്ന ഫംഗ്ഷനാണ് മന്ത്. ആൻഡ് അതിൻ്റെ സിൻടാക്സ് ഓർത്തിരിക്കുക. ഈക്വൽ ടു മന്ത് ഓഫ് സീരിയൽ നമ്പർ. അപ്പോൾ ഡേ പഠിച്ചു, മന്ത് പഠിച്ചു. നെക്സ്റ്റ് ഇയർ ആണ്. ഇയർ എല്ലാവർക്കും എളുപ്പമായിരിക്കും. എങ്ങനെയാണ്? റിട്ടേൺസ് ദി ഇയർ ഫ്രം എ
ഡേറ്റ്, ഒരു ഡേറ്റിൽ നിന്നും ഇയർ കണ്ടുപിടിച്ച് തരുന്ന ഫംഗ്ഷനാണ് ഇയർ. ആൻഡ് ഇതിൻ്റെ ഇൻറ്റീജർ റേഞ്ചിങ് എത്രയാണ്? 1990 മുതൽ 9999 വരെയാണ് ഇൻറ്റീജർ റേഞ്ചിങ് വരുന്നത് ഇയർ. മന്തിൻ്റെ എത്രയായിരിക്കും? ഡേയുടെ ഇൻറ്റീജർ റേഞ്ചിങ് എത്രയാണ് പറഞ്ഞേ? നമുക്ക് 1 മുതൽ 31 ദിവസങ്ങളാണുള്ളത് അല്ലേ? 1 മുതൽ 31 മന്തിൻ്റെ ആണെങ്കിലോ നമുക്ക് എത്ര മാസങ്ങളാണുള്ളത്? 1 മുതൽ 12 വരെയാണുള്ളത്. ഇയർ എത്രയാണ് പറഞ്ഞേക്കണേ? ഇയർ എത്രയാണ്? 1990 മുതൽ 9999 വരെ. ഈ റേഞ്ചിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. സിൻടാക്സ് എളുപ്പമാണല്ലോ. ഈക്വൽ ടു ഇയർ ഓഫ് സീരിയൽ നമ്പർ. മന്ത് ആയിരുന്നപ്പോൾ ഈക്വൽ ടു മന്ത് ഓഫ് എന്താണ്? സീരിയൽ നമ്പർ. ഈക്വൽ ടു ഡേ ഓഫ് എന്താണ്? സീരിയൽ നമ്പർ. ക്ലിയർ അല്ലേ? അപ്പം മൂന്നും കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ്. ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റിൽ നിന്നും ഡേ കണ്ടുപിടിച്ച് വരുന്ന ഫംഗ്ഷനാണ്. മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റിൽ നിന്നും മന്ത് ഏതാണെന്ന് കാണിച്ചു തരുന്നതാണ്. ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റിൽ നിന്നും ഇയർ ഏതാണെന്ന് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ആ 3 ഫംഗ്ഷൻ ഓക്കെ. ദെൻ നമ്മൾ ഡേറ്റ് പറഞ്ഞു. അപ്പോൾ 4 ഫംഗ്ഷൻ ക്ലിയർ ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇയർ ഫംഗ്ഷൻ. അടുത്തതാണ് നൗ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഡിസ്പ്ലേ കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം. അതായത് കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം കാണിച്ചു തരുന്ന ഫംഗ്ഷനാണ് നൗ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതൊരു വോയിഡ് ഫംഗ്ഷനാണ്. ആൻഡ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴും എന്താണ്? ഈ ടൈം അപ്ഡേറ്റിംഗ് ആണ്. സോ അപ്ഡേറ്റിംഗ് ടൈമാണ് നൗ ഫംഗ്ഷൻ കാണിക്കുക. കറണ്ട് ഡേറ്റും കാണിക്കും, അതുപോലെ എന്താണ്? കറണ്ട് ടൈമും കാണിക്കും. ഓക്കെ, കറണ്ട് ഡേറ്റും കാണിക്കും, കറണ്ട് ടൈമും കാണിക്കും. പ്രത്യേകത എന്താണ്? അത് അപ്ഡേറ്റിംഗ് ആണ്. ഓക്കെ, അപ്ഡേറ്റിംഗ് ആണ്. പിന്നെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഇസ് എ നൾ ഫംഗ്ഷൻ. ആർഗ്യുമെന്റിനകത്ത് വേറെ ഒന്നും വേണ്ട. അതായത് നമ്മൾ ഒരു സെല്ലിനകത്ത് ഈക്വൽ ടു നൗ എന്നെഴുതി ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഡേറ്റും കറണ്ട് ടൈമും കാണിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അടുത്ത ഫംഗ്ഷനാണ് ടുഡേ. ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ കാണിക്കുന്നത് വെച്ചാൽ ഇന്നത്തെ ഡേറ്റ് എന്താണോ അതാണ് കാണിക്കുക. അതായത് കറണ്ട് ഡേറ്റ് എന്താണോ, കറണ്ട് ഡേറ്റ് മാത്രം. ഓക്കെ, കറണ്ട് ഡേറ്റ് എന്താണോ അതാണ് കാണിച്ചു തരിക. അതും എന്താണ്? ഒരു വോയിഡ് ഫംഗ്ഷൻ ആണ്. അതായത് അതിനകത്ത് ആർഗ്യുമെന്റ് ആവശ്യമില്ല. അപ്പം നൗ എന്ന് പറയുന്നതും ടുഡേ എന്ന് പറയുന്നതും വോയിഡ് ഫംഗ്ഷൻ ആണെന്ന് പഠിച്ചു. കറണ്ട് ഡേറ്റ് ആണ് ആര് കാണിച്ചു തരിക? ടുഡേ ഫംഗ്ഷൻ കാണിച്ചു തരിക. ക്ലിയർ ആണല്ലോ? ഡിസ്പ്ലേസ് കറണ്ട് ഡേറ്റ് എന്താണ്? അതൊരു വോയിഡ് ഫംഗ്ഷൻ ആണ്. ആൻഡ് അതിൻ്റെ സിൻടാക്സ് ഓർക്കുക. ഈക്വൽ ടു ടുഡേ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് വരുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു ഏജ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഇൻ കേസ് നിങ്ങൾക്ക് ഇയർ തന്നിട്ടുണ്ടാവും. ഒരു ഇയർ തന്നിട്ടുണ്ടാവും, 1998 എന്നോ ഒക്കെ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഒരു ഇയർ തന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഏജ് കണ്ടുപിടിക്കണം എന്നുള്ളതാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈക്വൽ ടു ഇയർ ഓഫ് ടുഡേ. ടുഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഡേറ്റ് ആണ് കാണിച്ചു തരണേ അല്ലേ? കറണ്ട് ഡേറ്റ് ആണ് കാണിച്ചു തരിക. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും? ഇയർ എടുക്കും. ടുഡേ എന്ന് പറയുന്നതിനകത്ത് നിന്ന് ഇയർ എടുക്കും. അത് വെച്ചിട്ട് തന്നിരിക്കുന്ന ഇയർ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഏജ് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഫൈൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ടുഡേ ഫംഗ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇയർ ഓഫ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 4/6/2023 അല്ലേ? ടുഡേ ഫംഗ്ഷൻ വർക്ക് ആകുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുക. മൈനസ് 1998 ആണെന്ന് വെക്കാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കണേ? ഇയർ ഓഫ് ഈ ഡേറ്റ്. ഈ ഡേറ്റിൽ നിന്നും ഇയർ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ എന്തായിട്ട് മാറും? ഈ ഡേറ്റിൽ നിന്ന് ഇയർ എടുക്കുമ്പോൾ 2023 മൈനസ് 1998 എന്ന് വരും. ഇനി കുറച്ചാൽ മതിയല്ലോ. 2023 നിന്ന് 1998 പോകുമ്പോൾ എത്രയാണ്? 25. ഓക്കെ ആണോ? സോ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇയർ ഓഫ് ടുഡേ മൈനസ് ഗിവൺ ഇയർ. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ആദ്യം എന്ത് ചെയ്യുക? ടുഡേ എന്നുള്ള ഫംഗ്ഷൻ വർക്കൗട്ട് ആവുന്ന സമയത്ത് ഇന്നത്തെ ഡേറ്റ് കിട്ടും. ഇന്നത്തെ ഡേറ്റിൽ നിന്ന് എന്ത് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും? ഇയർ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ഇയർ മൈനസ് ഗിവൺ ഇയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. സോ ഇത്രയാണ് നമുക്ക് എന്തുള്ളത്?
ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? ഡേറ്റ്, ഡേ, മന്ത്, ഇയർ, നൗ, ടുഡേ. നൗ കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം കാണിക്കുന്നതാണ്. ദെൻ അപ്ഡേറ്റിംഗും കൂടെയാണ്. ടുഡേ കറണ്ട് ഡേറ്റ് മാത്രമാണ് കാണിക്കുക. പിന്നെ ഈ ഇക്വേഷൻ ഈക്വൽ ടു ഇയർ ഓഫ് ടുഡേ മൈനസ് ഗിവൺ ഇയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഏജ് കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു സോൾവ് ചെയ്യുന്ന രീതിയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, 2-3 തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസിനകത്ത് ആദ്യത്തേതാണ് ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ആവറേജ് എന്താ തരണേന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ആർഗ്യുമെന്റിനെ അരിത്തമെറ്റിക് മീൻ ആണ് കാണിച്ചു തരിക. അതായത് തുക ബൈ എണ്ണം, ആവറേജ്, ആ സംഭവം തന്നെ, ശരാശരി. ഓക്കെ, തന്നിട്ടുള്ള ആർഗ്യുമെന്റിന്റെ എന്താണ്? അരിത്തമെറ്റിക് മീൻ ആണ് കാണിച്ചു തരിക. അപ്പോൾ അതിന്റെ സിൻടാക്സ് ഓർക്കുക. ഈക്വൽ ടു ആവറേജ് ഓഫ് നമ്പർ 1, നമ്പർ 2, അങ്ങനെ എത്ര വരെ പോവാം? നമ്പർ 30 വരെ പോവാം. ഇവിടുത്തെ മാക്സിമം ആർഗ്യുമെന്റ് എത്രയാണ്? 30 ആണ്. ആൻഡ് ഇവിടുത്തെ ആർഗ്യുമെന്റിന്റെ പേരെന്താ? നമ്പർ ആണ്. സോ ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ആർഗ്യുമെന്റിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എന്താണ്? നമ്പർ ആണ്. മാക്സിമം ആർഗ്യുമെന്റ്സ് എത്രയാണ് കൊടുക്കാൻ പറ്റുക? 30 ആണ് കൊടുക്കാൻ പറ്റുക.